പ്രധാന വാർത്തകളിലേക്ക്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. 170-ലേറെ മരണം സ്ഥിരീകരിച്ചു. കാണാതായവരിൽ 140ഓളം പേർ ഇന്ത്യക്കാർ. ടിബറ്റിൽ മിന്നൽ പ്രളയത്തിൽ 3 മരണം, 500-ലേറെ പേരെ കാണാനില്ല. ഇടുക്കി പൂപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മരണം. മരിച്ചത് തമിഴ്നാട് സ്വദേശിയായ തോട്ടം തൊഴിലാളി. സംഭവം തലക്കുളം എസ്റ്റേറ്റിൽ. സംസ്ഥാനത്ത് മദ്യവിൽപ്പന കൂടി. ഉത്രാട ദിവസം വരെ 771 കോടി 29 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന. ഉത്രാടത്തിൽ മാത്രം വിറ്റത് 126 കോടി 31 ലക്ഷം രൂപയുടെ മദ്യം. ഉത്രാടത്തിന് കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകളിലൂടെ 20 കോടിയുടെ വിൽപ്പന. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനൊരുങ്ങി KSEB. സെപ്റ്റംബർ മുതൽ അടുത്ത വർഷം മെയ് വരെയുള്ള ഹ്രസ്വകാല കരാറിന് നീക്കം. റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടി വൈദ്യുതി കമ്പനികൾ ആവശ്യപ്പെടുന്നത് യൂണിറ്റിന് 12 രൂപ വരെ. താമരശ്ശേരി അമ്പായത്തോടിലെ വിവാദ കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രം ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാൻ ധാരണ. തീരുമാനം കമ്പനി ഉടമകളും സമരസമിതി നേതാക്കളുമായി നടന്ന ചർച്ചയിൽ. ഫ്രഷ് കട്ട് മാർച്ച് 31-നകം പ്രവർത്തനം അവസാനിപ്പിക്കും. കൊളംബോ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ തോൽവി ഒഴിവാക്കാൻ ശ്രീലങ്ക പൊരുതുന്നു. അവസാന ദിനം ലങ്ക 7 വിക്കറ്റിന് 335 റൺസ് എന്ന നിലയിൽ. മിന്നൽ പ്രളയത്തിൽ നടുങ്ങി നേപ്പാൾ. ബോട്ടെക്കോശി നദി കരകവിഞ്ഞ് ഒഴുകി നിരവധി ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. മരണം 170 കടന്നിരിക്കുന്നു. 140 ഇന്ത്യക്കാർ ഉൾപ്പെടെ 800-ലധികം പേരെ കാണാതായിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിച്ചതിന് ഇന്ത്യക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി. നേപ്പാളിൽ വീണ്ടും മഞ്ഞുമല ഇടിയാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രതാ നിർദ്ദേശം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന് വടക്കൻ നേപ്പാൾ മേഖലയിൽ വൻ നാശനഷ്ടമാണ് മിന്നൽ പ്രളയമുണ്ടാക്കിയത്. ബോട്ടെക്കോശി നദി കരകവിഞ്ഞൊഴുകിയെത്തിയ വെള്ളം തിമുരെ, ശ്യാബ്രുബെസി പ്രദേശങ്ങളിൽ വീടുകളും വാഹനങ്ങളും പാലങ്ങളും തകർത്തു. റസുവ ജില്ലയിൽ മേഘവിസ്ഫോടനവും കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞതുമാണ് പ്രളയത്തിന് കാരണമായത്. സൈന്യവും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 140 ഇന്ത്യക്കാരുൾപ്പെടെ 800-ലധികം പേരെ കാണാതായി എന്നാണ് പ്രാദേശിക റിപ്പോർട്ട്. 466 വിദേശികൾ ഉൾപ്പെടെ 579 പേരെ കാണാതായി എന്ന് ടൂറിസം ബോർഡിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. മാനസ് സരോവർ തീർത്ഥാടകരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ ഇന്ത്യൻ എംബസി ശേഖരിക്കുന്നുണ്ടെന്നും സഹായത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വീണ്ടും മഞ്ഞുമല ഇടിയാനും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്നും ചൈന നേപ്പാളിന് മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് അപകട സാധ്യതയുള്ള മേഖലകളിലും നദീതീരത്തു നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നുണ്ട്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാറിലും ഉത്തർപ്രദേശിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ദുരന്ത സമയത്ത് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്കും രക്ഷാപ്രവർത്തനത്തിന് നൽകുന്ന സഹായങ്ങൾക്കും നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നന്ദി അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനും ആവശ്യമായ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ നേപ്പാളിലെത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നേപ്പാളിൽ 53 മലയാളികൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതായി നോർക്ക. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും നോർക്ക CEO രാജേഷ് മാധവൻ അറിയിച്ചു. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും CEO വ്യക്തമാക്കി. ഏകദേശം 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നിന്ന് നമ്മൾ ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഉള്ളതായിട്ട് നിലവിൽ നമുക്കൊരു ഡയറക്റ്റ് കോൺടാക്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല. അപ്പോൾ എന്തായാലും ഈ എഫേർട്സ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് ഒരിക്കലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല.
അപ്പോൾ എന്ത് തന്നെ ആയാലും എംബസിയിൽ നിന്നൊരു വിവരം കിട്ടുന്ന മുറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി വിവരം ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാനിക് സിറ്റുവേഷൻ വേണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ. ഇടുക്കി പൂപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിയായ തോട്ടം തൊഴിലാളി മരിച്ചിരിക്കുന്നു. തലക്കുളം എസ്റ്റേറ്റിലാണ് സംഭവം ഉണ്ടായത്. പ്രദേശത്ത് രാവിലെ മുതൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി MC ബോബൻ ചേരുകയാണ്. ബോബൻ, പൂപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു തൊഴിലാളി മരിച്ചിരിക്കുന്നു. ഇവിടെ ഈ കാട്ടാനക്കൂട്ടം തമ്പടിച്ചത് തൊഴിലാളികൾ അറിഞ്ഞിരുന്നില്ലേ? ബോഡി നായ്ക്കന്നൂർ സ്വദേശി ഒച്ചുതേവർ എന്നയാളാണ് മരിച്ചത്. ഈ ഒച്ചുതേവറുടെ മകളുടെ ഏലത്തോട്ടമാണ് ഈ മേഖലയിലുള്ളത്. ഇത് നോക്കി നടത്തിയിരുന്നത് ഒച്ചുതേവറായിരുന്നു. രാവിലെ പണിക്കാരുമൊക്കെ തോട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയുടെ കാര്യങ്ങളൊക്കെ പണിക്കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഒച്ചുതേവർ തോട്ടത്തിലേക്ക് പോയത്. എന്നാൽ തോട്ടത്തിലെത്തിയപ്പോഴേക്കും കനത്ത മഴയും മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാന നിൽക്കുന്ന വിവരം ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് തന്നെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുകയായിരുന്നു. ആനയുടെ ശബ്ദം കേട്ടാണ് മറ്റു തൊഴിലാളികളും ഒക്കെ ഓടിയെത്തിയത്. അപ്പോഴേക്കും കാട്ടാന ഇയാളെ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ ഒച്ചുതേവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പൂപ്പാറയിൽ മാത്രമല്ല, മൂന്നാറിലും ഇന്ന് രാവിലെ തന്നെ കാട്ടാനയുടെ വലിയ ഭീതി പരത്തിയിരുന്നു. ടൗണിൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ 2 ദേവാലയങ്ങൾക്ക് സമീപം കാട്ടാനക്കൂട്ടം എത്തുന്ന സാഹചര്യമുണ്ട്. മഴയും മഞ്ഞും മൂലം ആനകളെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളും നാട്ടുകാരും വലിയ ഭീതിയിലാണ്. ശരി, MC ബോബനാണ് വിവരങ്ങൾ നൽകിയത്. പൂപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിയെ തോട്ടം തൊഴിലാളി മരിച്ചിരിക്കുന്നു. ഇടുക്കി മൂന്നാർ ടൗണിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മൗണ്ട് കാർമൽ, സെന്റ് മൈക്കിൾസ് ദേവാലയങ്ങൾക്ക് സമീപമാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയത്. വാഴയടക്കമുള്ള കൃഷികൾ നശിപ്പിച്ച കാട്ടാനയെ RRT സംഘം എത്തി വനമേഖലയിലേക്ക് തുരത്തി. വിരിഞ്ഞുകൊമ്പൻ എന്നറിയപ്പെടുന്ന കാട്ടാനയാണ് എത്തിയതെന്ന് വനംവകുപ്പ് അറിയിച്ചു. കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഏറെ ആശങ്കയിലാണ്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ഒരുങ്ങി KSEB. സെപ്റ്റംബർ മുതൽ അടുത്ത വർഷം മെയ് വരെയുള്ള ഹ്രസ്വകാല കരാറിനാണ് നീക്കം. വിവിധ കമ്പനികളുമായി കരാറിലേർപ്പെടാൻ KSEB റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടിയിരിക്കുന്നു. യൂണിറ്റിന് 12 രൂപ വരെയാണ് വൈദ്യുതി കമ്പനികൾ ആവശ്യപ്പെടുന്നത്. ഇത്തവണ മഴക്കാലത്ത് പോലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിരുന്നു KSEBക്ക്. ഇതിനെതിരെ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ KSEBയെ വിമർശിക്കുകയും ചെയ്തു. കൃത്യമായി ആസൂത്രണമില്ലാത്തതിന്റെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് വൈദ്യുതി വാങ്ങാൻ KSEBയുടെ നീക്കം. മഴയൊഴിയുന്ന മാസങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനാണ് KSEB നേരത്തെ കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചത്. ടാറ്റ, ജിൻഡാൽ തുടങ്ങി 8 കമ്പനികളുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അടുത്ത മാസം മുതൽ 2027 മെയ് 15 വരെ 200 മുതൽ 1000 മെഗാവാട്ട് വരെ വൈദ്യുതിയാണ് വിവിധ ഘട്ടങ്ങളിൽ വേണ്ടിവരിക. കഴിഞ്ഞ വർഷം യൂണിറ്റിന് 5ഉം 6ഉം രൂപയ്ക്ക് വൈദ്യുതി നൽകിയ കമ്പനികൾ ഇത്തവണ ടെൻഡറിൽ ഉയർന്ന തുകയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയം. രാത്രികാലത്തേക്കുള്ള വൈദ്യുതിക്ക് യൂണിറ്റിന് 7 രൂപ മുതൽ 12.5 രൂപ വരെ നിരക്ക് ഉയർന്നിട്ടുമുണ്ട്. 3 കമ്പനികൾ മാത്രമാണ് 10 രൂപയിൽ താഴെയുള്ള നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. KSEBയുടെ അപേക്ഷ സെപ്റ്റംബർ 3-ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കും. നിലവിൽ രാത്രികാലങ്ങളിൽ യൂണിറ്റിന് പരമാവധി 10 രൂപയ്ക്ക് വരെ വൈദ്യുതി വാങ്ങാനാണ് KSEBക്ക് അനുമതിയുള്ളത്. ഇക്കാര്യവും റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താമരശ്ശേരി അമ്പായത്തോടിലെ വിവാദ കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാൻ ധാരണയായിരിക്കുന്നു. കമ്പനി ഉടമകളിൽ നിന്ന് രേഖാമൂലം ഉറപ്പ് ലഭിച്ചതോടെയാണ് തീരുമാനം. മാർച്ച് 31-നകം ഫ്രഷ് കട്ട് പ്രവർത്തനം അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കും. കമ്പനി ഉടമകളും സമരസമിതി നേതാക്കളുമായി നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഫ്രഷ് കട്ട് മാർച്ച് 30-നകം പ്രവർത്തനം അവസാനിപ്പിക്കും. അതുവരെ ദിവസവും 25 ടൺ മാലിന്യം സംസ്കരിക്കും. മാർച്ച് 31-ന് ശേഷം പ്ലാന്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. സമരക്കാർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും ധാരണയായിട്ടുണ്ട്. കൊടുവള്ളി MLA PK ഫിറോസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ധാരണയുണ്ടായത്. അതേസമയം കരാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നാടകമാണെന്ന വിമർശനവുമായി ഒരു വിഭാഗം സമരസമിതി പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.
ഓണക്കാലത്ത് സംസ്ഥാനത്ത് മദ്യവിൽപ്പനയിൽ വൻ വർധനവ്. ഉത്രാടം വരെയുള്ള 8 ദിവസത്തിനിടെ 771.29 കോടി രൂപയുടെ മദ്യമാണ് വെബ്കോയും കൺസ്യൂമർ ഫെഡും വഴി വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 76.33 കോടി രൂപയുടെ അധിക മദ്യവിൽപ്പനയാണ് ഇത്തവണ നടന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 694.96 കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. പതിവ് തെറ്റിയില്ല. ഓണക്കാലത്ത് ബെബ്കോയുടെ മദ്യവിൽപ്പന ഇത്തവണയും കുതിച്ചുയർന്നു. ഓണക്കാലത്തെ 8 ദിവസം 771.29 കോടി രൂപയുടെ മദ്യമാണ് ബെബ്കോ ഇത്തവണ വിറ്റത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 694.96 കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റിരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് 76.33 കോടി രൂപയുടെ അധിക വർധന. ഉത്രാടനാളിൽ 126.31 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. ആ കണക്കിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉത്രാട ദിനം സംസ്ഥാനത്ത് വിറ്റുപോയത് 137.64 കോടി രൂപയുടെ മദ്യമായിരുന്നു. കൺസ്യൂമർ ഫെഡിന്റെ 49 മദ്യവിൽപ്പനശാലകളിലൂടെ ഉത്രാടനാളിൽ വിറ്റഴിച്ചത് 20,05,95,800 രൂപയുടെ മദ്യം. 89 ലക്ഷത്തിലേറെ വിൽപ്പനയുണ്ടായ കുന്നംകുളത്തെ ഷോപ്പാണ് കണക്കുകളിൽ ഒന്നാമത്. 74 ലക്ഷം വീതം വിൽപ്പനയുണ്ടായിരുന്ന കൊടുങ്ങല്ലൂരും അമ്പലപ്പുഴയുമാണ് വിൽപ്പന കണക്കിൽ 2-3 സ്ഥാനത്തുള്ളത്. 15 ഷോപ്പുകളിൽ ഉത്രാടനാളിൽ മാത്രം 50 ലക്ഷത്തിലേറെ രൂപയുടെ വിൽപ്പനയുണ്ടായിട്ടുണ്ട്. ഓണക്കാലത്തെ കൺസ്യൂമർ ഫെഡിന്റെ മാത്രം മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10 കോടിയുടെ അടുത്ത് വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാലം എത്ര മാറിയാലും ട്രെൻഡുകൾ മാറി മറിഞ്ഞാലും മലയാളത്തിൻ്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ചില പരമ്പരാഗത വസ്ത്രങ്ങളുണ്ട്. അതിലൊന്നാണ് കുപ്പടം മുണ്ട്. ഖാദിയിലെ കാർണവർ എന്നറിയപ്പെടുന്ന ഈ കാവ്യമുണ്ട് ഇന്ന് പ്രായമായവർക്ക് മാത്രമല്ല ജെൻസി തലമുറയ്ക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. 2 ആളുകൾ ചേർന്ന് പ്രത്യേക തറയിൽ നെയ്തെടുക്കുന്ന കുപ്പടമുണ്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. പത്തനംതിട്ട കൊടുമണ്ണിലെ ഗാന്ധി സ്മാരക നിധി കൈത്തറി നെയ്ത്ത് കേന്ദ്രത്തിൽ നെയ്യുന്നത് വിഖ്യാതമായ കുപ്പടം മുണ്ടുകൾ മാത്രമാണ്. 2 വശത്തും കരകളുള്ള ഒറ്റപ്പാളി കാവിമുണ്ടുകൾ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ആകർഷകമായ കരയുടെ ഭംഗി കൊണ്ടാണ്. സാധാരണ മുണ്ടുകൾ നെയ്യാൻ ഒരാൾ മതിയെങ്കിൽ കുപ്പടം മുണ്ട് നെയ്തെടുക്കാൻ 2 തൊഴിലാളികൾ വേണം. ഏറെ അധ്വാനവും കൂടുതൽ തൊഴിലാളികളും ആവശ്യമുള്ളതിനാൽ ഇതിന് ഉൽപാദന ചെലവും വിലയും അല്പം കൂടുതലാണ്. 2 പേരിരുന്ന് നെയ്യുന്നതാ, 2 സൈഡിലും ഡിസൈൻ കൊടുത്ത് ചെയ്യുന്നതാ. അതുകൊണ്ടാണ് കുപ്പടം മുണ്ട്. ഓണമായപ്പോൾ നല്ലപോലെ വിൽപ്പനയൊക്കെ ഉണ്ട്. 6ഓളം പേർ കൊടുമണ്ണിലെ നെയ്ത്ത് കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു മുണ്ട് തയ്യാറാക്കാൻ 3.5 മണിക്കൂറോളം സമയം വേണം. 3-3.5 മണിക്കൂർ കൊണ്ട് വേണം ഒരു മുണ്ട് നെയ്യണമെങ്കിൽ. പിന്നെ അരമുണ്ട് കൂടെ അങ്ങനെ 1.5 മുണ്ട് വരെ നെയ്യാം. എല്ലാം നമുക്ക് ഖാദി ബോഡിയിൽ നിന്ന് എത്തിച്ച് തരും. അപ്പോൾ ആ ബോഡി നമ്മൾ കൊണ്ടുവന്ന് എല്ലാം തരും. ഇത് കളർ ചെയ്താണ് നമുക്ക് കൊണ്ട് തരുന്നത്. 2 മീറ്റർ നീളവും 1.30 മീറ്റർ വീതിയുമുള്ളതിനാൽ ഉയരവും വണ്ണവുമുള്ളവർക്ക് ഒരുപോലെ അനുയോജ്യമാണ് ഈ മുണ്ട്. ഓണക്കാലമായതിനാൽ കുപ്പടം മുണ്ടിന് ആവശ്യക്കാരും ഏറെയാണ്. ഖാദിയുടെ ഷോറൂമിൽ ഇവ തിരക്കി വരുന്നവർ നിരവധിയാണ്. ഇതിന് വളരെയധികം ആവശ്യക്കാരുണ്ട്. 1014 രൂപയാണ് ഇതിൻ്റെ വില. റിബേറ്റ് കഴിയുമ്പോൾ ഏകദേശം 710 രൂപയോളാവും. എന്നിരുന്നാൽ പോലും ആൾക്കാർ വളരെയധികം മേടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ആൾക്കാർക്കറിയാം വില കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ആൾക്കാർ ആ തൊഴിലാളികളുടെ അധ്വാനം മാനിച്ച് അത് എത്ര രൂപയായാലും മേടിക്കുന്നുണ്ട്. ആഴ്ചയിൽ വരും. അതുപോലെ കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ നമുക്ക് ആ പറയുമ്പോൾ തന്നെ അവിടുന്ന് പോയി എടുത്ത് ഗോഡൗൺ വഴി നമുക്ക് എത്തിച്ചു തരുന്നതാണ്. ഒരു കസ്റ്റമറിന് പോലും ഷോർട്ടേജ് വരുന്നില്ല. ഡിമാൻഡിനനുസരിച്ച് തന്നെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗുണമേന്മ കൊണ്ട് ഏറെക്കാലം ഈട് നിൽക്കുമെന്നതാണ് കുപ്പടം മുണ്ടിൻ്റെ പ്രധാന പ്രത്യേകത. പാരമ്പര്യത്തനിമ ചോരാതെ പുതിയ തലമുറയുടെ പോലും മനം കവരുന്ന കുപ്പടം മുണ്ട് കൊടുമണ്ണിൻ്റെ പെരുമയായി ഇന്നും തിളങ്ങി നിൽക്കുന്നു. ക്യാമറമാൻ രതീഷ് മൺബിഷലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട്. ഡോക്ടർമാരുടെ പുനർവിന്യാസത്തിന് അന്തിമ രൂപരേഖയായി KGMOയുടെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്.
കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ എതിർപ്പിനിടെയാണ് ആശുപത്രികളിലെ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ പ്രധാന ആശുപത്രികളിൽ 6 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ മുഴുവൻ സമയ സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ആദ്യഘട്ടം പുനലൂരിൽ നടപ്പാക്കും. ഇവിടെ 15 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അധിക സേവനം ആവശ്യമായി വരും. കൊല്ലം ജില്ലയിലെ പ്രാഥമിക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ 74 ഡോക്ടർമാരെ പുനർവിന്യസിക്കും. ആവശ്യാനുസരണം നഴ്സുമാരെയും മറ്റു ജീവനക്കാരെയും മാറ്റി നിയമിക്കും. കൂടുതൽ ജീവനക്കാർ ആവശ്യമെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സേവനവും ഉപയോഗപ്പെടുത്തും. പുനലൂർ മാതൃക വിലയിരുത്തിയ ശേഷമാകും പദ്ധതി മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുക. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ PG യോഗ്യതയുള്ള അസിസ്റ്റന്റ് സർജൻമാരെ ജൂനിയർ കൺസൾട്ടന്റുമാരായി താൽക്കാലികമായി നിയമിക്കും. പിന്നീട് ഇവരുടെ തസ്തികകൾ പുനർനാമകരണം ചെയ്യാനും പദ്ധതിയുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ പുനർവിന്യാസത്തിലുണ്ടാകുന്ന ഒഴിവുകൾ ജോലിഭാരം കുറഞ്ഞ ആശുപത്രികളിലെ ഡോക്ടർമാരെയും പുതിയതായി നിയമിക്കുന്ന PG യോഗ്യതയുള്ള അസിസ്റ്റന്റ് സർജൻമാരെയും ഉപയോഗിച്ച് നികത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായും ചർച്ചയിലൂടെ പരിഹരിക്കാനും അതിർത്തിയിൽ സമാധാനം നിലനിർത്താനും ധാരണയായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമായത്. 2005 ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിർത്തി പുനർനിർണയത്തിനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും വേഗത്തിലാക്കും. സൈനിക തലത്തിൽ നടക്കുന്ന ചർച്ചകൾ തുടരാനും കൂടിക്കാഴ്ചയിൽ ധാരണയായിരിക്കുന്നു. ഇന്ത്യ ചൈന വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കാനും ചർച്ചയിൽ തീരുമാനിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടന്ന പ്രത്യേക ചർച്ചയിൽ അതിർത്തി വിഷയത്തിൽ ഉൾപ്പെടെ നിർണായക തീരുമാനങ്ങളുണ്ടായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ പൂർണ്ണമായും ചർച്ചയിലൂടെ പരിഹരിക്കാനും അതിർത്തിയിൽ സമാധാനം നിലനിർത്താനും ധാരണയായി. 2005 ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിർത്തി പുനർനിർണയത്തിനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും വേഗത്തിലാക്കും. സൈനിക നയതന്ത്ര തലത്തിൽ നടക്കുന്ന ചർച്ചകൾ തുടരാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ ചൈന വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തും. കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കാനും ചർച്ചയിൽ തീരുമാനിച്ചു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്നും കൂടിക്കാഴ്ചയിൽ വാങ് യി വ്യക്തമാക്കി. സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അജിത് ഡോവലിന്റെ നിർണായക ചൈനീസ് സന്ദർശനം. ഉച്ചകോടിക്ക് എത്തുകയാണെങ്കിൽ ചൈനീസ് പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ പ്രത്യേക കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം കാക്കൂരിൽ ബസ് മറിഞ്ഞ് അപകടം. വിവാഹ സംഘവുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന 30ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 5 പേരുടെ പരിക്ക് ഗുരുതരമാണ്. സ്കൂട്ടർ യാത്രികയെ രക്ഷിക്കാൻ ഡ്രൈവർ ബസ് പെട്ടെന്ന് വെട്ടിച്ചതാണ് അപകടത്തിന് കാരണമായത്. കൂത്താട്ടുകുളം നടക്കാവ് ഹൈവേയിൽ കാക്കൂർ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം രാവിലെ 10:30യോടെയാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുവശത്തുകൂടി പോയ ഇരുചക്ര വാഹന യാത്രികൻ വലതുവശത്തുള്ള പെട്രോൾ പമ്പിലേക്ക് പെട്ടെന്ന് കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. പമ്പിന് സമീപം നിന്ന ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാരും മറ്റ് വാഹനയാത്രക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പരിക്കേറ്റവരെ സമീപത്തെ കൂത്താട്ടുകുളം ദേവമാത ആശുപത്രിയിലും മോനിപ്പള്ളി ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് അപകട സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. യാത്രക്കാരെ വലച്ച് വീണ്ടും സ്പൈസ് ജെറ്റ്. കൊച്ചി ഫുജൈറ വിമാനം 11 മണിക്കൂർ വൈകും. ഇന്ന് രാവിലെ 11 മണിക്ക് പുറപ്പെടേണ്ട വിമാനം രാത്രി 10 മണിക്ക് പുറപ്പെടുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ പുറപ്പെടേണ്ട അഹമ്മദാബാദ് വിമാനവും ഡൽഹി വിമാനവും റദ്ദാക്കിയിരുന്നു. അതേസമയം സർവീസുകൾ വൈകുന്നതിൽ സിയാൽ നൽകിയ നോട്ടീസിന് ഇതുവരെ കമ്പനി മറുപടി നൽകിയിട്ടില്ല. വാർദ്ധക്യത്തിലെ ഏകാന്തത അകറ്റുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിച്ച പകൽ വീടുകൾ പലതും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ്. ഇവയിൽ നിന്ന് വ്യത്യസ്തമായി വയോജനങ്ങളെ ഒറ്റപ്പെടലിൻ്റെ വിരസതകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ വെളിച്ചത്തേക്ക് കൈപിടിച്ചുയർത്തുകയാണ് കോഴിക്കോട് കരുവാശ്ശേരിയിലെ M. ഭാസ്കരൻ പകൽ വീട്. തമാശ പറഞ്ഞും പാട്ടുപാടിയുമെല്ലാം ജീവിതം ആഘോഷമാക്കുകയാണ് ഇവർ. വിശ്രമജീവിതം കളറാക്കാനെത്തിയ ഒരു കൂട്ടം മനുഷ്യർക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോഴിക്കോട് കരുവശ്ശേരിയിലെ പകൽ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ ഒന്ന് കണ്ടുവരാം.
പകൽ സമയങ്ങളിൽ ഒത്തുകൂടാനും സൗഹൃദം പങ്കിടാനും കോഴിക്കോട്ടെ വയോജനങ്ങൾ ഓടിയെത്തുന്ന ഒരിടം. അതാണ് കരുവശ്ശേരിയിലെ എം ഭാസ്കരൻ പകൽ വീട്. കാലം തളർത്താത്ത ആവേശത്തോടെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള തിരക്കിലാണിവർ. ഇവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു അംഗമുണ്ട്, നളിനിയാണ് അല്ലേ അമ്മേ? ഇവിടെ വന്നപ്പോൾ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ഓ അങ്ങനെ ഒക്കെ ഒന്ന് തന്നെ നമ്മളെ സമൂഹം സന്തോഷം. യോഗയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചിട്ടയോടെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ സാമ്പത്തികം മാത്രമല്ല, വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം മക്കളും മരുമക്കളും ഒക്കെ ജോലിക്ക് പോയിട്ട് വീട്ടിലാകെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ, അത് തരണം ചെയ്യണം. ഇവർക്ക് മാനസികമായിട്ട് ഇവർക്കൊരു രാവിലെ വരുന്നു, അതുകൊണ്ട് വൈകിട്ട് വന്നു. ആ ഇടയ്ക്കുള്ള സമയം അവർക്ക് മാനസിക ഉല്ലാസം നൽകുക എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ പങ്കും ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. നല്ലൊരു പ്രൊജക്റ്റാണ്. വയോജനങ്ങളെ കഴിഞ്ഞ 10 വർഷക്കാലം കൂട്ടി പിടിച്ചുകൊണ്ട് ഉള്ളൊരു സംവിധാനമാണ്. ആ ഒരു ഇവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. രോഗം മാറാൻ മരുന്ന് മാത്രമല്ല, സൗഹൃദവും സ്നേഹവും കൊണ്ടും കഴിയുമെന്നതിന് തെളിവാണ് ഇവിടെ എത്തിയ പലരുമെന്ന് കെയർടേക്കർ പുഷ്പലത പറയുന്നു. നമ്മൾ ആ 1 മണി എന്നുള്ള സമയത്തിന് ഉച്ചഭക്ഷണവും വൈകുന്നേരം ചായ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സമയത്തിന് ചൂടുള്ളത് കൊടുക്കുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും ഇത്രയൊന്നും കഴിക്കാറില്ല. വളരെ ശോചനീയാവസ്ഥയിൽ നടക്കാൻ പോലും പറ്റാത്തവരിപ്പം നിവർന്ന് നിന്ന് നല്ല രീതിയിൽ നടന്നിട്ട് നല്ല രീതിയിൽ അവരെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങനെ പാട്ടും ഡാൻസും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഇവർ ഓരോ ദിവസവും അടിച്ചു പൊളിക്കുകയാണ്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. കൊളംബോ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യക്ക് എതിരെ തോൽവി ഒഴിവാക്കാൻ ശ്രീലങ്ക പൊരുതുന്നു. അവസാന ദിനം ലങ്ക 7 വിക്കറ്റിന് 347 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് തുടരുകയാണ്. ഫോളോ ഓൺ ചെയ്യുന്ന ലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിലാണ് ഇന്ന് ബാറ്റിംഗ് തുടങ്ങിയത്. ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ 134 റൺസിന്റെ ലീഡാണ് ഉള്ളത്. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 503 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തിരുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.